എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും ഓണാശംസകളും നബിദിനാശംസകളും നേരെയാണ്. അടുത്ത 2 ദിവസം നമ്മളെ സംബന്ധിച്ച് ആഘോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങളാണ്. ഈ 2 ദിവസങ്ങളും ഞാൻ ഗോൾഡൻ ഡേയ്സ് ആയിട്ടാണ് ഈ വർഷം കണക്കാക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗോൾഡിൻ്റെ പ്രൈസ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന സൂചനകൾ അടുത്ത വർഷങ്ങളിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് പകർന്നു നൽകലാണ് ഇന്ന് എൻ്റെ ഡ്യൂട്ടി. നമുക്ക് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റ ഒന്ന് പരിശോധിക്കാം. ഈ ഡാറ്റ ഡിസംബർ 31, 2023 വരെയുള്ള ഡാറ്റയാണ്. ഡിസംബർ 31, 2023 വരെ വേൾഡിൽ മൈൻ ചെയ്തെടുത്തിട്ടുള്ള ഗോൾഡ് 2,12,582 ടണ്ണാണ്. ഈ 2,12,582 ടണ്ണ് ഗോൾഡ് ആരൊക്കെ ഏത് രൂപത്തിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. 96,487 ടൺ ജുവല്ലറി രൂപത്തിൽ ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതായത് ടോട്ടലിൻ്റെ 45%. 47,454 ടൺ ഗോൾഡ് ബാറുകളും ഗോൾഡ് കോയിൻസൊക്കെ ആയിട്ടും അതും ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്, 22%. 36,699 ടൺ സെൻട്രൽ ബാങ്കുകളുടെ കയ്യിലാണ്, അതായത് ടോട്ടലിൻ്റെ 17%. 31,943 ടൺ, അതായത് ടോട്ടലിൻ്റെ 15% അതർ ഫോംസിലാണ്. സ്ക്രാപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള പല രൂപത്തിലുള്ള സ്റ്റോറിംഗ് ആണ്. അപ്പോൾ ടോട്ടൽ 2,12,582 ടൺ ഈ രൂപത്തിലൊക്കെയാണ് ഇപ്പോൾ ഗ്ലോബലി ഹോൾഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രൂവൺ റിസർവ്, അതായത് ബിലോ ഗ്രൗണ്ട് ഇനി എത്രത്തോളം ഗോൾഡ് മൈൻ ചെയ്തെടുക്കാനുണ്ട് എന്നുള്ള കാര്യം നോക്കാം. അത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. 59,000 ടൺ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഓരോ വർഷവും 3,640 ടണ്ണാണ് മൈൻ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നത്. ഈ രീതിയിൽ മൈനിങ് നടക്കുകയാണെങ്കിൽ അടുത്ത 16-17 വർഷം കൊണ്ട് പ്രൂവൺ റിസർവ് മുഴുവൻ നമ്മൾ മൈൻ ചെയ്ത് പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഗോൾഡിൻ്റെ സപ്ലൈ 0 ആവും. ഇനി ഇത് പുറത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് പുതിയ മൈനുകളൊക്കെ റിസർവൊക്കെ കണ്ടുപിടിച്ച് വരികയാണെങ്കിൽ ഈ ഡാറ്റയിലൊക്കെ മാറ്റം വന്നേക്കാം. പക്ഷേ ആസ് ഓൺ ടുഡേ 59,000 ടൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 59,000 ടൺ 2041, 2042 കൂടി പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സപ്ലൈ വരാനില്ല. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സിമ്പിൾ എക്കണോമിക്സ് മാത്രമേ ഉള്ളൂ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് കൂടുക, സപ്ലൈ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഏത് കമ്മോഡിറ്റിയും സ്കൈ റോക്കറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഗോൾഡിനെ പോലുള്ള ഒരു പ്രഷ്യസ് മെറ്റൽ സ്കൈ റോക്കറ്റ് ചെയ്യും. അടുത്ത 2, 3, 4 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരുപക്ഷെ അതിക്ക് മുമ്പൊക്കെ ഈ റിസർച്ചൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റ് HNI ഇൻവെസ്റ്റേഴ്സൊക്കെ പുറത്ത് വിട്ടേക്കാം. അങ്ങനെ വരുന്ന സമയങ്ങളിൽ വീണ്ടും ഒരു ഫോമോ സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കാം. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ആ ഒരവസ്ഥയിൽ ജനങ്ങൾ, ഇൻവെസ്റ്റേഴ്സൊക്കെ വലിയ രീതിയിൽ ഗോൾഡ് വാങ്ങി കൂട്ടുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറും. അപ്പോൾ ഈ ഇൻഡിക്കേഷനാണ് നമുക്ക് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഈ ഡാറ്റയിൽ നിന്ന് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബലി സെൻട്രൽ ബാങ്കുകൾ അവരുടെ ഫോറക്സ് റിസർവിൽ ഗോൾഡിന് പ്രാമുഖ്യം നൽകുകയാണ്, കൂടുതൽ നൽകുകയാണ്. US ഡോളറിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ച് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റും വളരെ പ്രോമിസിങ് തന്നെയാണ്. കാരണം പല സെൻട്രൽ ബാങ്കുകളും വളരെ മീഗർ എമൗണ്ടാണ് ഇപ്പോൾ ഗോൾഡിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ഭാവിയിൽ വലിയ അലോക്കേഷൻ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡിലേക്ക് മാറ്റുകയാണെങ്കിൽ അതും വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഗോൾഡിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. റഷ്യ, ഉക്രൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഇസ്രായേൽ, ഹമാസൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള എക്കണോമിക് ഇമ്പാക്റ്റുകളൊക്കെ വരുമ്പോഴൊക്കെ
ഗോൾഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പ്രൂവൺ റിസർവ് 59,000 ടൺ മാത്രമേ ഉള്ളൂ. ജനങ്ങളിന് വലിയ രീതിയിൽ ഗോൾഡ് വാങ്ങാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് മുന്നേറും എന്നുള്ള കാര്യമൊക്കെ സെൻട്രൽ ബാങ്ക് റിസർച്ച് ഔട്ട്ഫിറ്റുകൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ക്വാണ്ടിറ്റി കൂടാനുള്ള ചാൻസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ചൈനയിൽ യങ് ജനറേഷൻ അടക്കം 1 ഗ്രാം മുതലുള്ള ഗോൾഡുകളാണ് സേഫ് ഹെവൻ അസറ്റായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു തിരിച്ചറിവ് ഗോൾഡ് മാത്രമേ ഉള്ളൂ സേഫ് ഹെവൻ അസറ്റായിട്ടുള്ളൂ എന്നാണ് ചൈനയിലെ യങ് ജനറേഷൻ അടക്കം കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു തിങ്കിങ് തന്നെയാണ് യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ ഉള്ളത്. ഇന്ത്യയിലും അത്തരത്തിലുള്ള തിങ്കിങ് വരാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. ഗോൾഡ് പ്രൈസ് മുന്നേറിയാൽ മതി. അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനാണ് നമ്മുടെ ഒരു മൈൻഡാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഗോൾഡിനെ സംബന്ധിച്ച് നല്ല ഇയേഴ്സാണ് കിട്ടുന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് എനിക്കുള്ളത്. ഒപ്പം വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഈ വർഷത്തെ ഒരു സർവേ പറയുന്നു 29% സെൻട്രൽ ബാങ്കുകളും അടുത്ത വർഷങ്ങളിലും ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പം നമ്മൾ ഗോൾഡ് ETF-യിലേക്കുള്ള ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അമേരിക്കയും യൂറോപ്പ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ചൈനയൊക്കെ വളരെ പിറകിലാണ്. ഏഷ്യയൊക്കെ വളരെ പിറകിലാണ്. ചൈനയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഏഷ്യയിൽ. ഇന്ത്യ ഉണ്ട് സെക്കൻഡ് പ്ലേസിൽ. എന്നിരുന്നാലും നമ്മൾ അലോക്കേഷൻ നോക്കുമ്പോൾ യൂറോപ്പും അതുപോലെ തന്നെ അമേരിക്കയൊക്കെയാണ് മുന്നിൽ. മറ്റ് ചൈനീസ് കൺട്രികളും കൂടി ETF ഇൻഫ്ലോ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഗോൾഡിൽ അടുത്ത വർഷങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ കോഷ്യസായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു സജഷൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇൻവെസ്റ്റേഴ്സിന് തങ്ങളുടെ അസറ്റ് അലോക്കേഷനിൽ 10% ഗോൾഡിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നുള്ളൊരു സജഷനാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം ഗോൾഡ് ഡിവിഡൻഡോ അല്ലെങ്കിൽ നമുക്ക് ബോണസ് ഒന്നും തരുന്നില്ലോ എന്ന് ചോദിച്ചേക്കാം. ശരിയാണ്, ഗോൾഡ് ഡിവിഡൻഡോ ബോണസോ അനൗൺസ്മെൻ്റ് ഒന്നും ഗോൾഡിൽ കിട്ടില്ല. ഗോൾഡിൽ ഓൺലി ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഗോൾഡ് റിസ്ക് ഫ്രീ അസറ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി സ്റ്റോക്കിൽ നമുക്ക് ബോണസും ഡിവിഡൻഡൊക്കെ കിട്ടാം, അത് റിസ്കി അസറ്റാണ്. ദാറ്റ് ഈസ് എ ഡിഫറൻറ്റ്. ഇനി നമുക്ക് ഗോൾഡിൻ്റെ 24 വർഷത്തെ റിട്ടേണും അതുപോലെ തന്നെ നിഫ്റ്റി 50യുടെ 24 വർഷത്തെ റിട്ടേണൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. 2000 10 ഗ്രാം 24 കാരറ്റ് ഗോൾഡിൻ്റെ പ്രൈസ് 4400 രൂപയായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഈ 10 ഗ്രാം 24 കാരറ്റ് ഗോൾഡിൻ്റെ പ്രൈസ് 74,890 രൂപയാണ്. അതായത് 4400 ബിക്കംസ് 74,890. നമ്മൾ പെർസെൻറ്റേജ് ടൈം നോക്കുകയാണെങ്കിൽ 1602% റിട്ടേൺ ഗോൾഡിൽ. റിസ്ക് ഫ്രീ അസറ്റ് ഗോൾഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിട്ടേണാണ് ഞാനിത് പറഞ്ഞത്. ഇനി നമ്മൾ നിഫ്റ്റി റിട്ടേൺ ഒന്ന് നോക്കാം. 2000 1263.55 ആയിരുന്നു നിഫ്റ്റിയുടെ പ്രൈസ്. ഇന്നലെ 13/9/2024 25,356.5 ആയിരുന്നു. അതായത് 1263.55 ബിക്കംസ് 25,356.50. നമ്മൾ പെർസെൻറ്റേജ് ടേംസിൽ നോക്കുകയാണെങ്കിൽ 1906%, ഗോൾഡിൽ 1602%, നിഫ്റ്റിയിൽ 1906%. ഓഫ് കോഴ്സ് ഞാൻ ഡിവിഡൻഡോ ബോണസോ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് അല്ല, അബ്സല്യൂട്ട് നിഫ്റ്റി റിട്ടേൺ ആണ്. പക്ഷേ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക്കാണ്. റിസ്ക് ഫ്രീ റിട്ടേൺ 1602%, റിസ്ക് ഉള്ള റിട്ടേൺ 1906 എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ റിസ്ക് ഫ്രീ അസറ്റിലേക്ക് കുറേ അലോക്കേഷൻ മാറ്റേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ 2024 കാലണ്ടർ ഇയറിലത്തെ ഗോൾഡിൻ്റെയും നിഫ്റ്റിയുടെയും റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് 18.8% റിട്ടേൺ നൽകിയിട്ടുണ്ട്, നിഫ്റ്റി 16.6% റിട്ടേണാണ് നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഗോൾഡിൻ്റെ അലോക്കേഷൻ അടുത്ത വർഷങ്ങളിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് 10% നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു സജഷനാണ് എനിക്ക് നൽകാനുള്ളത്.
ഇനി നമ്മൾ ETF-കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോൾഡ് ETF-കൾ വലിയ രീതിയിൽ ഇൻഫ്ലോ ഒക്കെ വന്നേക്കാം. ഗോൾഡ് ETF-കളിൽ ആ ഇൻഫ്ലോ വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും വീണ്ടും ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടും. അതും ഒരു കാറ്റലിസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ അസറ്റ് അലോക്കേഷനിൽ 10% ഗോൾഡിന് അലോക്കേറ്റ് ചെയ്യുന്നുള്ള സജഷൻ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ത്യയിൽ ഗോൾഡ് ETF വാങ്ങാം. നിപ്പൺ ഇന്ത്യയുടെ ഗോൾഡ് ബീസാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ETF. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 ETF-കളിൽ ഉള്ള ഒരു ETF ആണ് ഇന്ത്യയിൽ നിന്നുള്ള നിപ്പൺ ഇന്ത്യ ഗോൾഡ് ബീസ്. അതാണ് മേജർ. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ വോളിയമുള്ള ഒരു ETF-ഉം കൂടിയാണ് നിപ്പൺ ഇന്ത്യ ഗോൾഡ് ETF. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് മുമ്പ് ഇറക്കിയിട്ടുള്ള ഗോൾഡ് സോവറിൻ ബോണ്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ കാലയളവും നോക്കിയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ 6 to 7 ഇയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതും മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ് ലഭിക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഭാവിയിലത്തെ ഓപ്പർച്യൂണിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പം തന്നെ അവരുടെ അസറ്റ് അലോക്കേഷനിൽ ഗോൾഡിനുള്ള സ്ഥാനം, ഗോൾഡിലുള്ള അലോക്കേഷൻ കൂട്ടണം എന്നുള്ള ഒരു സജഷനാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പോൾ ഈ ആഘോഷവേളയിൽ ഈ ഒരു സന്ദേശം പകർന്നു നൽകലാണ് എൻ്റെ ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ മേജർ എയിം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വീണ്ടും ഓണാശംസകളും നബിദിനാശംസകളും നേരാണ്. താങ്ക് യു.